നമ്മളെല്ലാവരും റാങ്ക് മോഡും ക്ലാസ് കോഡും തുടങ്ങിയ ഒട്ടേറെ ഗെയിംസൊക്കെ നമ്മളെല്ലാവരും ഫ്രീ ഫയർ കളിക്കാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഗെയിം പ്ലേയിനൊക്കെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്കുകളെ കുറിച്ചാണ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഗെയിം പ്ലേയിനൊക്കെ വളരെയേറെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ലഭിക്കാൻ പോകുന്ന ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്കുകളെ കുറിച്ചാണ് ഗൈസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. റൺ വിത്തൗട്ട് വെപ്പൺ. നമ്മളെല്ലാവരും ഗെയിം കളിക്കാൻ നേരത്ത് നമുക്ക് എനിമീസിനെ കണ്ടുമുട്ടാൻ നേരത്ത്, പിന്നെ അത് മാത്രമല്ല റഷൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഗൺസൊക്കെ കയ്യിൽ ഗൺസ് ഉണ്ടാവും. നമ്മളെല്ലാവരും എനിമീസായിട്ട് നമ്മൾ അറ്റാക്കിങ് നടക്കുമ്പോൾ നമ്മളെല്ലാവരും കയ്യിൽ അതായത് ഗണ്ണൊക്കെ പിടിക്കാതെയാണ് ഗൈസ് നമ്മൾ ഓടാനായിട്ട് റണ്ണൊക്കെ ചെയ്യാനായിട്ട്. കുറച്ച് പ്ലേയേഴ്സൊക്കെ കയ്യിൽ ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഗൈസ്, അതായത് റഷൊക്കെ ചെയ്യുന്നത്, പിന്നെ അത് മാത്രമല്ല അറ്റാക്കിങ്ങിനൊക്കെ പോകുന്നത്. നമ്മുടെ കയ്യിൽ നമ്മൾ ഗണ്ണൊക്കെ പിടിച്ച് ഓടാൻ നേരത്ത് നമുക്ക് മൂവ്മെന്റ് സ്പീഡ് കുറവായിരിക്കും. അത് മാത്രമല്ല നമ്മളെ എനിമി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കയ്യിൽ ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾസ് ഒന്നും ഇടാൻ സാധിക്കില്ല. നമുക്ക് മറ്റൊരു വിഷയം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ നിങ്ങളെല്ലാവരും ഗണ്ണ് കയ്യിൽ പിടിച്ച് ഓടാൻ പാടില്ല. അതായത് ഗണ്ണ് കയ്യിലില്ലാതെ വേണം ഗൈസ് നമ്മൾ ഓടാനായി. അപ്പോൾ നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് വർദ്ധിക്കും. നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഗണ്ണൊക്കെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് റേഞ്ച് ഗണ്ണൊക്കെ എടുത്തിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ കയ്യിൽ ഗണ്ണൊക്കെ പിടിച്ച് ഓടുകയാണെങ്കിൽ നമുക്ക് വളരെ ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ടീംമേറ്റ്സ് ഇപ്പോൾ നോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗണ്ണ് കൈ പിടിച്ചുകൊണ്ടാണ് ഫ്രണ്ട്സ് റിവൈവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സ് ഡെഡ് ആയിട്ട്, പിന്നെ അത് മാത്രമല്ല എനിമീസൊക്കെ അവിടെ നിന്ന് ഒരുപാട് ദൂരെയൊക്കെ പോയിട്ടുണ്ടാവും. ഗണ്ണ് കയ്യിൽ പിടിച്ച് ഓടുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൂവ്മെന്റ് സ്പീഡ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്താണ് ഫ്രണ്ട്സ് സൗണ്ട് ഓഫ് എനിമി. നമ്മളെല്ലാവരും എനിമി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ എനിമിയുടെ സൗണ്ട് വെച്ച് നമ്മളെല്ലാവരും കണ്ടുപിടിക്കണം എനിമി എവിടെയാണുള്ളതെന്ന്. എനിമിയുടെ സൗണ്ട് എങ്ങനെ നമ്മളെല്ലാവരും തന്നെ പെട്ടെന്ന് കേൾക്കുമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഹെഡ്സെറ്റ് വെച്ച് വേണം ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഗെയിം കളിക്കാനായിട്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിമിയുടെ സൗണ്ട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എനിമി എവിടെയാണുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഹെഡ്സെറ്റ് ഇല്ലാതെ വേണമെങ്കിൽ കളിക്കാം, ബട്ട് എനിമിയുടെ സൗണ്ട് നമ്മൾ കേട്ടിട്ട് എനിമി എവിടെയാണുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ബട്ട് നമ്മളെല്ലാവരും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എനിമിയെ തിരിച്ചറിയാൻ സാധിക്കും. എനിമി എവിടെയാണ് വരാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എനിമിയെ നോക്കാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ എനിമിക്ക് ഇത് വളരെ വലിയ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും. എനിമി ഇപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായിട്ട് സൗണ്ടൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എനിമി വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും എനിമിയെ പെട്ടെന്ന് നോക്ക് ചെയ്യാൻ സാധിക്കും, എനിമിയെ പെട്ടെന്ന് കിൽ ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മളെല്ലാവരും നല്ലൊരു ഹെഡ്സെറ്റ് വെക്കുക. പിന്നെ അത് മാത്രമല്ല നമ്മളെല്ലാവരും സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ നമുക്ക് എല്ലാവർക്കും സൗണ്ട് കാണാൻ സാധിക്കും. സൗണ്ടിൽ സൗണ്ട് എഫക്റ്റ് വേണം നമ്മളെല്ലാവരും മാക്സ് കൂട്ടിയിടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് മ്യൂസിക് നമ്മൾ കുറച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. അടുത്താണ് ഫ്രണ്ട്സ് ഇൻഹേലർ. ഇൻഹേലർ ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും ഗെയിം, അതായത് നമ്മളെല്ലാവരും ബൂയി അടിക്കാൻ വരെ നമ്മളെല്ലാവരും സഹായിക്കുന്ന ഒരു മാസ് ഐറ്റമാണ് ഗൈസ് ഇൻഹേലർ. നമ്മളെല്ലാവരും അറ്റാക്കിനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരിക്കലും ഇൻഹേലർ മറക്കരുത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു എനിമിയെ കണ്ടു, എനിമി നമ്മളെ ഷൂട്ട് ചെയ്തു, നമുക്ക് ഡാമേജ് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഡാമേജ് ലഭിച്ചപ്പോൾ നമ്മളെല്ലാവരും ഓടി കവർ അടിച്ചിട്ട് ഇൻഹേലർ ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാവരും മാക്സിമം നമ്മുടെ HP കൂട്ടുക. നമുക്കങ്ങനെ ഓടിയിട്ട് നമ്മളെല്ലാവരുടെയും ലൈഫ് കൂട്ടാം. പിന്നെ അത് മാത്രമല്ല എനിമി നമ്മുടെ മെഡിക്കറ്റ് ഒക്കെ അടിച്ചിട്ടാണ് ലൈഫ് കൂട്ടാൻ നോക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ സിമ്പിളായിട്ട് അടിച്ച് നോക്കാക്കാൻ സാധിക്കും. മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് ടൈം വേണം, ബട്ട് ഇൻഹേലർ ഉപയോഗിക്കാൻ നമുക്ക് പെട്ടെന്ന് ഇൻഹേലർ ഉപയോഗിക്കാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാ അറ്റാക്കിംഗ് ടൈമിലും റഷിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാവരും മാക്സിമം ഇൻഹേലർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും ഗെയിമിൽ വളരെയേറെ ഇമ്പ്രൂവ്മെന്റ് നൽകുന്ന, അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വളരെയേറെ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ഐറ്റമാണ് ഗൈസ് ഇൻഹേലർ. നമ്മളെല്ലാവരും ലോങ് റേഞ്ചിനൊക്കെ അറ്റാക്കിന് പോകുമ്പോൾ നമ്മളെല്ലാവരും പെർമനന്റ് കവർ എടുക്കുക. നമ്മുടെ കയ്യിൽ 1-2 ഗ്ലൂ വാൾസ് ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഓപ്പൺ ഏരിയയിലൊക്കെ പോയിട്ട് അറ്റാക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ഗ്ലൂ വാൾ തകരുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ നോക്കാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മളെല്ലാവരും ലോങ് റേഞ്ചിൽ അറ്റാക്കിന് പോകുമ്പോൾ ഓപ്പൺ ഏരിയയിൽ പോയിട്ട് അറ്റാക്കിന് ശ്രമിക്കരുത്. സോ ലോങ് റേഞ്ച് അറ്റാക്കിനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കവർ നമ്മളെല്ലാവരും നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഓപ്പൺ ഏരിയയിൽ എനിമീസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പെർമനന്റ് കവറാണ് ഗൈസ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എനിമീസിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പെർമനന്റ് കവർ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും നോക്കി വെക്കുക. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഈ കവറിൽ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും എനിമീസിനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും എനിമി വാച്ച് ചെയ്യാം. എനിമിയുടെ മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ഏരിയയിലൊക്കെ എനിമി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഗ്ലൂ വാളൊക്കെ തകർത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എനിമീസ് ഒക്കെ നോക്കടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കാണ് ഫ്രണ്ട്സ് അഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡാമേജ് ഒന്നും ലഭിച്ചിട്ടില്ല. എനിമീസിനാണെങ്കിൽ ഒരുപാട് ഡാമേജ് ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ടിപ്സ് ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗെയിം പ്ലേസിനൊക്കെ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നടത്താൻ സാധിക്കും. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മാസ് വീഡിയോസിനെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂട്ടുകാർ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.